നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. മാക്സ് പ്രോ ഫിനാൻസ്. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ അപകട മരണത്തിൽ ഉത്തരവാദികൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് BJP കൗൺസിലർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ അതിഥി തൊഴിലാളി ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച സംഭവത്തിൽ ഒറ്റപ്പാലം നഗരസഭ BJP കൗൺസിലർ C. സജിത് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. അപകടത്തിന് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കമ്മീഷനെ സമീപിച്ചത്. കൊൽക്കത്ത സ്വദേശിയായ അമനൂർ ഷേഖിൻ്റെ ദാരുണാന്ത്യത്തിന് പിന്നാലെയാണ് സജിത് കമ്മീഷനെ സമീപിച്ചിട്ടുള്ളത്. ജില്ലയിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിലൊന്നായ ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡ് യാത്രക്കാർക്ക് പരിമിതമായ സുരക്ഷാ സൗകര്യങ്ങൾ മാത്രമാണുള്ളതെന്നും യാർഡുകളിൽ ബസ്സുകൾ നിർത്തിയിടുന്ന സംവിധാനം അശാസ്ത്രീയമാണെന്നും ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുകയുണ്ടാവുന്ന അമിതവേഗവും വലിയ പ്രശ്നമാണെന്നും പരാതിയിൽ പറയുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, സബ് കളക്ടർ തുടങ്ങിയവർക്കും സജിത് പരാതി നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഇങ്ങനൊരു അപകടം ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിൽ സംഭവിക്കുന്നത്. ഇതിനു മുൻപും പലർക്കും പല രീതിയിലുള്ള അപകടങ്ങൾ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് നഗരസഭയുടെ യാർഡിനുള്ളിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും ഒരാൾ അവിടെ ബസ് സ്റ്റാൻഡിനുള്ളിൽ പെട്ട് സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത് ഒറ്റപ്പാലം നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയിലും അതുപോലെ തന്നെ ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും ഇതുവരെയായിട്ടും ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും യാതൊരു തീരുമാനവും കൈക്കൊണ്ടിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം നഗരസഭയിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഒറ്റപ്പാലം സബ് കളക്ടർക്കും പാലക്കാട് ജില്ലാ കളക്ടർക്കും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ഒപ്പം തന്നെ ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിക്കും ഈ വിഷയത്തിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അടിയന്തരമായി ബസ് അമിത വേഗതയിൽ ഈ യാർഡിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കണമെന്നും അതുപോലെ തന്നെ യാത്രക്കാർക്ക് യാർഡിനുള്ളിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ബസ്സുകൾ അശാസ്ത്രീയമായിട്ടാണ് അതിനുള്ളിൽ പാർക്കിംഗ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് ശാസ്ത്രീയമായ രീതിയിൽ പാർക്കിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പുനഃക്രമീകരണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിലവിൽ പരാതികൾ സമർപ്പിച്ചിട്ടുള്ളത്.